ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹലാൽ ഹറാമുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ചയിൽ നാം ഒരു വിഷയം തുടങ്ങി വച്ചിരുന്നു. മരണാനന്തരവും നമ്മുടെ ഖബറിലേക്ക് വെളിച്ചം ലഭിക്കേണ്ടതുണ്ട്. ഖബറിൻ്റെ പുറത്ത് നാട്ടുകാരും കമ്മിറ്റിക്കാരും നമുക്ക് വെളിച്ചം ഇട്ടു തരും, ലൈറ്റ് ഇട്ട് തരും. ഖബറിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം ലഭിക്കണമെങ്കിൽ അവനവൻ ചില കാര്യങ്ങൾ ബോധപൂർവം തീരുമാനിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലയ്ക്ക് ഉപകാരപ്രദമായ വളരെ മൗലികമായ ചില നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം ഇഹലോകവാസം വെടിയേണ്ടത്. വിറക് കെട്ട് ചുമന്നുകൊണ്ടു പോകുന്ന പോലെ ഒരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ചിന്തിക്കുവാനും ജനങ്ങൾക്ക് പിന്തുടരുവാനും നമ്മുടെ ഖബറിൽ നിത്യ സമാധാനത്തിനുമൊക്കെ വേണ്ടി ചില പ്രവർത്തനങ്ങൾ കൂടി ചെയ്തിട്ടായിരിക്കണം പോകേണ്ടത്. അതിലൊരു പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് മുമ്പുള്ള ഒരു ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നത്. അത് വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സംഗതിയായിരുന്നു. ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക, സ്ഥലങ്ങൾ വഖഫ് ചെയ്യുക, അങ്ങനെ തുടങ്ങുന്ന ചില സംഗതികളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതൊക്കെ അതിൻ്റെ റിസൾട്ട് നാളെ പരലോകത്തും അതിനു മുമ്പ് നമ്മുടെ ഖബർ ജീവിതത്തിലും ലഭിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ പരിസരത്തുള്ള നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പല സെൻ്ററുകൾ, ഹെവൻസ്, ഇസ്ലാമിയ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഈ പ്രദേശത്തുള്ള സുമനസ്കരായ ആളുകളുടെ വഖഫിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകളുണ്ട്, പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാ നിലയ്ക്കും സഹായിച്ച ആളുകളുണ്ട്. തൻ്റെ സ്ഥലത്തിൽ നിന്ന് 30 സെൻറ്റും 50 സെൻറ്റും ഒരേക്കറയൊക്കെ ഇസ്ലാമിക സംവിധാനങ്ങൾക്ക് എഴുതി കൊടുക്കുവാൻ അത് നല്ല ശക്തിയുള്ള ഈമാനുള്ള മനസ്സിൽ നിന്ന് അത് കഴിയുകയുള്ളൂ. ചില ആളുകളുണ്ടാവും, സ്ഥലം ഏക്കറ കണക്കിനുണ്ടാവും, പക്ഷേ കെട്ടിപ്പിടിച്ച് സദക്ക ചെയ്യാതെ ഇസ്ലാമിക സമൂഹത്തിന് കൊടുക്കാതെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. പിന്നീട് കാണാം അവരുടെ മക്കൾ ആ സ്ഥലത്തിനും മറ്റും വേണ്ടി അടിപിടി കൂടി അവരുടെ ഐക്യം തകർന്ന് നാട്ടുകാരെ പറയിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആലത്തൂർ മഹല്ലിൽ എന്തെല്ലാം ഇസ്ലാമിക സംവിധാനങ്ങളുണ്ടോ, ഈ സംവിധാനങ്ങൾക്കൊക്കെയും സ്ഥലം ഈ പ്രദേശത്തെ നല്ലവരായ ആളുകൾ ചെയ്തതാണ്. ഒരുപാട് ആളുകളുണ്ട്, പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ നൽകിയ ആ വഖഫ് അത് സ്വതക്ക ജാരിയയായി മരണാനന്തര ജീവിതത്തിലും ഖബർ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് അതേപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വശം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് മരം നടുന്നതിനെ പറ്റിയാണ്. മരം നടുക നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന സംഗതിയാണ്. മരം നടുക എന്നൊക്കെ പറയുന്നത് തനി ഭൗതികമായ ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കാണുക. മരം നടുന്നില്ലേ, എന്താ ഈ മരം നടല്? എത്രയോ വർഷങ്ങളായി ആളുകൾ ഇങ്ങനെ മരം നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിന്റെ മരം നടലും മുസ്ലിം അല്ലാത്തവന്റെ മരം നടലും വ്യത്യാസമുണ്ട്.
അപ്പോ അതിനാണ് ഉസൂലുൽ ഫിഖ്ഹിന്റെ ഭാഷയിൽ മുബാഹ് എന്ന് പറയുക, അനുവദനീയമായ പ്രവൃത്തിയാണ്. ഒരാള് രാവിലെ റോട്ടിലൂടെ ഓടുന്നു, എക്സസൈസ് ചെയ്യുന്നു, അവന്റെ മനസ്സിൽ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് വിചാരിക്കുക. എന്റെ ആരോഗ്യം ഒന്ന് ശരിയാവണം എന്ന് മാത്രമാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അവന്റെ മുസ്ലിമായ ഒരുവന്റെ എക്സസൈസും അല്ലാത്തവന്റെ എക്സസൈസും തമ്മിൽ വ്യത്യാസമില്ല. എന്നാൽ മുസ്ലിമായ ഒരുവന്റെ എക്സസൈസിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ പ്രവൃത്തിക്ക് അള്ളാഹുവിന്റെ റെക്കോർഡിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇത് അള്ളാഹു എന്നോട് ചെയ്യാൻ കൽപ്പിച്ചതാണ്, അള്ളാന്റെ റസൂല് പ്രേരിപ്പിച്ചതാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ളഈഫി. ളഈഫായ ദുർബലനായ ഒരു മുസ്ലിമിനേക്കാൾ ശക്തനായ ഒരു മുസ്ലിമാണ് ഏറ്റവും ഉത്തമനെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഒരു മുസ്ലിം നേരം വെളുത്ത് ഓടുകയാണ് എങ്കിൽ അവന്റെ ആ ഓട്ടത്തിന് പ്രതിഫലമുണ്ട്. ഒരുവൻ ആ നിലയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവന്റെ ആ ഭക്ഷണം കഴിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഒരുവൻ ആ നിലയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ അവന്റെ ആ ഉറക്കത്തിന് പ്രതിഫലമുണ്ട്. അങ്ങനെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് പ്രതിഫലം ലഭിക്കും. മനസ്സിന് ഉദ്ദേശശുദ്ധി കാണാം. ഇതേപോലെ മരം നടുമ്പോഴും ഈ ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയാണ് മരം നടുന്നത് എങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്നാണ്. നമ്മളത് ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിക ശരീഅത്ത് പരാമർശിക്കാതെ പോയ ഒരു കാര്യവുമില്ല. എന്തെല്ലാം സംഗതികളാണ് നമുക്ക് വിശദീകരിച്ചിരുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണമാണ്, സമഗ്രമാണ് എന്ന് ഒരാൾക്ക് തിരിയണമെങ്കിൽ, മനസ്സിലാവണമെങ്കിൽ നാം നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോ ഫിഖ്ഹുസ് സുന്ന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വലിയ ആലിമായ ഈജിപ്ഷ്യൻ പണ്ഡിതനായ സയ്യിദ് സാബിഖ് അൽ ഉസ്താദ് സയ്യിദ് സാബിഖ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഫിഖ്ഹുസ് സുന്ന. 10 വാള്യമുണ്ട്, ചെറിയ വാള്യങ്ങളായിട്ട്. ആ ഫിഖ്ഹുസ് സുന്ന മലയാളത്തിലുണ്ട്, അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ആ ഫിഖ്ഹുസ് സുന്നയുടെ എല്ലാ വാള്യത്തിന്റെയും ഇൻഡെക്സ് മാത്രം ഒന്നിങ്ങനെ മറിച്ചു നോക്കി ഇസ്ലാം സമഗ്രവും സമ്പൂർണവുമാണ് എന്ന് ഒരാൾ കണ്ട് വ്യക്തം. എന്തെല്ലാം സംഗതികൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഗർഭസ്ഥ ശിശുവിനോട് ഇസ്ലാം കാണിക്കുന്ന ചില കടപ്പാടുകളുണ്ട്. ഗർഭസ്ഥ ശിശുവിനോട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ചില കാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ പറയേണ്ടതുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ഗർഭസ്ഥ ശിശുവിനോട് ഇസ്ലാം കാണിക്കുന്ന ഒരുപാട് പ്രത്യേക കടമകളുണ്ട്. കുട്ടി ജനിച്ചിട്ട് വന്നിട്ടില്ല, കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയോടുള്ള കടപ്പാടുകളെ പറ്റി പറയുന്നതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിക ശരീഅത്ത്. ആ കുട്ടിയുടെ ആ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി പറയുന്നു. അബോർഷൻ നടത്താൻ പാടില്ല, ഗർഭം അലസിപ്പിക്കാൻ പാടില്ല. 4 മാസം പ്രായമായി കഴിഞ്ഞാൽ, റൂഹ് ഊതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അലസിപ്പിക്കാൻ പാടില്ല ഗർഭസ്ഥ ശിശുവിനെ. അത് പിന്നെ നഫ്സായി മാറി. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ ഇല്ലാ ബിൽ ഹഖ്. ആ ജീവനെ നിങ്ങൾ വധിക്കാൻ പാടില്ല. ഇസ്ലാമിക കാഴ്ചപ്പാട്, ഇസ്ലാമിക ശരീഅത്തിന്റെ കാഴ്ചപ്പാടാണ്. അത് ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് തീരുമാനമെടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല. 4 മാസത്തിന് മുമ്പാണെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇതൊക്കെ ഇന്ന് വളരെ ഈസി ആയിട്ട് നടക്കുക. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവൊക്കെ പാലിക്കേണ്ട കുറെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് പുതിയ സമൂഹത്തിന് പ്രത്യേകിച്ച് നൽകേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഗതി ഒന്നും വളരെ അപൂർവമായിട്ട് നടക്കുക. ഇതൊക്കെ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ, ഇസ്ലാമിക സംവിധാനത്തിൽ നന്നായി കൊടുക്കേണ്ടതുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പിക്കണം. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതിന് ഗ്യാപ്പ് വേണം. വൽ വാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളഅ. 2 വർഷം കുഞ്ഞിന് മുലപ്പാൽ പൂർണ്ണമായിട്ടും കൊടുക്കണം. അപ്പൊ ആ 2 വർഷം ഗ്യാപ്പ് കൊടുക്കണം. ഇതിന് ഇസ്ലാമിക പുരുഷ സമൂഹത്തിന് ആ വിഷയത്തിൽ വിവരം ഉണ്ടാവണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് അബോർഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടുകയില്ല. നന്നായി ശ്രദ്ധിക്കണം. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അനുജത്തി ഭർത്താവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്താ പോകാൻ കാരണം? ഏട്ടത്തിക്ക് 3 കുട്ടികളുള്ളൂ. അപ്പൊ അനുജത്തിക്ക് 4 കുട്ടിയായാൽ എന്താ വിചാരിക്കുക? ഭാര്യ വീട്ടുകാർ എന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും?
ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 10 മാസം 11 മാസമായപ്പോഴേക്കും അടുത്ത ഗർഭം ഉണ്ടായി ചിലപ്പോഴൊക്കെ സംഭവിക്കും. അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ പരമാവധി സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ നാണക്കേടായി നാട്ടുകാരെന്താ പറയുക, വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും. അപ്പൊ പിന്നെ വേഗം ഓടുക എങ്ങോട്ട്? ഹോസ്പിറ്റലിലേക്ക്. അതിനായിട്ട് കുറച്ച് ആൾക്കാർ ഹോസ്പിറ്റലിൽ കുത്തിരിക്കുന്നുണ്ട്, എബോർഷൻ ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അലസിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങ് പോകുന്നു, ഗർഭം അലസിപ്പിക്കുന്നു. ഗർഭസ്ഥ ശിശുവിനോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ആ ജീവനെ നശിപ്പിക്കാൻ പാടില്ല. ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ അടുത്ത് അദ്ദേഹത്തിന് ഒരു സ്ത്രീ കത്തെഴുതിയിട്ട് ഒരു ഫത്വ ചോദിച്ചു. എനിക്കുള്ള എൻ്റെ ഗർഭസ്ഥ ശിശു സ്കാനിങ് ചെയ്തപ്പോൾ ആ കുട്ടി ഇനി ജീവിച്ചിരുന്നാലും പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ, അലസിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഫത്വ. ഡോക്ടർ യൂസുഫുൽ കർലാവി ആ സ്ത്രീക്ക് മറുപടി എഴുതി, 4 മാസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡോക്ടർമാർ നിർബന്ധിപ്പിക്കുക, ആ കുട്ടി പുറത്തേക്ക് വന്നാൽ നിങ്ങൾ ആ കുട്ടിനെയും കൊണ്ട് ഇടങ്ങറാവും. കയ്യും കാലും ആ കുട്ടിക്കില്ല, ഉള്ളതന്നെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും അതൊരു കീറാമുട്ടിയായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയെ പേടിപ്പിച്ചിട്ടാണ് ഈ സ്ത്രീ ഫത്വ ചോദിച്ചത്. കർലാവി പറഞ്ഞു, പറ്റൂല, അത് അള്ളാഹുവിന്റെ, അങ്ങനെ സംഭവിച്ചാൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. ആ എഴുത്തിന് മറുപടി കൊടുത്തു. ആ മറുപടി അനുസരിച്ച് ആ സ്ത്രീ പ്രവർത്തിച്ചു, പ്രസവിച്ചു. കുട്ടി ഒരു കുഴപ്പവും കുട്ടിക്കില്ല. എന്നിട്ട് ഈ സ്ത്രീ തന്റെ ആ കുട്ടിക്ക് അല്പമൊക്കെ 1-2 വയസ്സായപ്പോൾ ഖത്തറിലേക്ക് ടിക്കറ്റ് എടുത്ത് ഡോക്ടർ യൂസുഫുൽ കർലാവിയെ പോയി കണ്ട് നന്ദി പറഞ്ഞു. താങ്കളുടെ അന്നത്തെ ഫത്വയുടെ റിസൾട്ടാണ് എന്റെ ഈ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഒരു ജനീനിനോടുള്ള, ഗർഭസ്ഥ ശിശുവിനോടുള്ള ഇസ്ലാമിക സംസ്കാരത്തിന്റെ നാഗരികതയുടെ ഒരു വീക്ഷണമാണത്. ഗർഭസ്ഥ ശിശുവിനെ നിങ്ങൾ കൊല ചെയ്യരുത്, അതിനോട് നിങ്ങൾ അനീതി കാണിക്കുവാൻ പാടുകയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഉമ്മയ്ക്ക് നോമ്പെടുക്കുന്നതിൽ ഇളവ് കൊടുത്തു. നോമ്പെടുക്കാൻ പാടില്ല, കുട്ടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഡോക്ടർമാർ പറയുകയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നോമ്പ് എടുക്കാം. ആരെ പരിഗണിച്ചുകൊണ്ടാണ്? ഒരു കുട്ടി പുറത്തേക്ക് വന്നിട്ടില്ല, അപ്പോഴേക്കും ആ കുട്ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ ഗർഭസ്ഥ ശിശു ആ അവസ്ഥയിൽ ആ കുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. കുട്ടിക്ക് 10 മാസം 8 മാസം 9 മാസമൊക്കെ ആയിട്ടുണ്ട്. കുട്ടിക്ക് ഉപ്പ മരണപ്പെട്ടു. കുട്ടി ഏതാ, ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ഉപ്പ മരണപ്പെട്ടു, അനന്തരാവകാശം വീതിക്കേണ്ട അവസ്ഥ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അനന്തരാവകാശം വീതിക്കണം. എങ്ങനെ വീതിക്കണം? കുട്ടികൾ, പുറത്തുള്ള കുട്ടികൾ 3 പേരുണ്ട്. ഒന്ന് ഗർഭസ്ഥ ശിശുവാണ്. അപ്പൊ ആ കുട്ടിക്ക് അനന്തരാവകാശം എങ്ങനെ വീതിക്കണം? ആ വിഷയത്തിൽ ഇസ്ലാം പറയാണ്, ആണാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അനന്തരാവകാശം വീതിക്കണം. കുട്ടി ജനിച്ചിട്ടില്ല, ഗർഭസ്ഥ ശിശു. അപ്പൊ അനന്തരാവകാശം വീതിക്കണം. എങ്ങനെ? ആണാണെന്ന് വിചാരിച്ചുകൊണ്ട് അനന്തരാവകാശം വീതിച്ചോളണം. പ്രസവിച്ച ശേഷം പെണ്ണാണെങ്കിലോ അത് പിന്നെ ബാക്കിയുള്ള കുടുംബങ്ങൾ കൂടി ആലോചിച്ച് ചെയ്താൽ മതി. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്ര മാത്രം ഇസ്ലാം സമഗ്രവും സമ്പൂർണവുമാണ്. എല്ലാ രംഗത്തും നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാമിനുള്ളത്. ഒരു മരിച്ച മനുഷ്യനോടുള്ള ഇസ്ലാമിന്റെ കടപ്പാടുകൾ എത്രയാണ്. സംഗതി ആരും മരിച്ചിരിക്കണം. ചിലപ്പോ ഭാര്യയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഭർത്താവായിരിക്കും മരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഭർത്താവിനെ ഏറ്റവും കഷ്ടപ്പെടുത്തിയ ഭാര്യയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. എന്തായാലും മരിച്ച മനുഷ്യനോട് കുറെ കടപ്പാടുകളുണ്ട്, അത് ചെയ്തേ പറ്റൂ. അത് ഇനി ഭൂകമ്പം ഉണ്ടായിട്ട് ഒന്നായിട്ട് ഒരു 100-500 ആളുകൾ ഒന്നിച്ചു മരിച്ചാലും ആ മയ്യിത്തുകളെ കൃത്യമായിട്ട് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, എല്ലാം ചെയ്തിട്ടാണ് കബറടക്കാൻ പാടുള്ളൂ. എന്താ ഭൂകമ്പമൊക്കെ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ, മറ്റു മതവിഭാഗങ്ങളുടെ രാഷ്ട്രങ്ങളിലൊക്കെ ഭൂകമ്പവും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോ എന്താ ചെയ്യുക? ഒന്നായിട്ടുണ്ട് കുഴി കുഴിച്ചിട്ട് JCB കൊണ്ട് മയ്യത്തിനെ മനുഷ്യ ശരീരത്തെ തള്ളി കണ്ടിടല കുഴിയിലേക്ക്. ഇസ്ലാം അത് പറ്റൂല എന്നാ പറയുന്നത്. അത് ചെയ്യാൻ പറ്റില്ല.
ഓരോ മൃതദേഹത്തെയും കൃത്യമായി പരിപാലിച്ചുകൊണ്ട് അള്ളാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാവൂ. അത് ചെയ്യണമെന്നാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗമൊക്കെ നോക്കി. മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗം ഒരാൾ കണ്ടാൽ വല്ലാത്തൊരു അത്ഭുതമല്ലേ. എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ചെയ്യുന്നത്. ഡോക്ടർ കമല സുറയ്യ, അള്ളാഹു ആ മഹദിയെ അനുഗ്രഹിക്കുമാറാവട്ടെ, അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കമല സുറയ്യ മരിച്ചപ്പോ തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ വെച്ചാണ് ആ മഹദിയെ മയ്യത്ത് പരിപാലന കർമ്മങ്ങളൊക്കെ നിർവഹിച്ചത്. അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ പ്രവർത്തകർ ചേർന്നുകൊണ്ട് കുളിപ്പിക്കുവാൻ വേണ്ടി മയ്യത്തിനെടുത്തു. അപ്പൊ കമല സുറയ്യയുടെ സ്ത്രീകളായ മരുമക്കൾ അവർ ചോദിച്ചു, ആ മക്കളുടെ ഭാര്യമാർ അവർ ചോദിച്ചു, ഞങ്ങൾക്കൊന്ന് എൻ്റെ അമ്മയെ കുളിപ്പിക്കുന്നതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നിങ്ങൾ വന്നോളൂ, കണ്ടോളൂ, കുളിപ്പിക്കുന്നത് കണ്ടോളൂ. അങ്ങനെ കുളിപ്പിക്കുന്ന ആ രംഗം മൊത്തം ഇവർ കണ്ടു. എന്തൊരു സൂക്ഷ്മതയോടുകൂടിയാണ് കുളിപ്പിക്കുന്നത്. പതുക്കെ ചിരിച്ച് എന്തെല്ലാം സംഗതികൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കമല സുറയ്യയുടെ ആൺമക്കളുടെ ഭാര്യമാർ പുറത്തിറങ്ങി പറഞ്ഞു, ഒരു മരിച്ച മനുഷ്യനോട് പോലും ഇത്ര ആദരവോടുകൂടിയാണ് ഇസ്ലാം പെരുമാറുന്നത് എങ്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ഇസ്ലാമിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? മരിച്ച മനുഷ്യനോട് ഇങ്ങനെ നല്ല നിലയിൽ പെരുമാറുന്നു. അപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടുള്ള ഇസ്ലാമിന്റെ പെരുമാറ്റം ഇതിനേക്കാൾ ശക്തമായിരിക്കില്ലേ? ഇസ്ലാം സമഗ്രമാണ്, ഒരു മേഖലയും വിട്ടുപോയിട്ടില്ല. എല്ലാ വശവും ഇസ്ലാമിക ശരീഅത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെ ഒരു സംഗതിയാണ് മരം നടുക എന്ന് പറയുന്നത്. നമ്മൾ തികച്ചും ആലോചിക്കുക, എന്താ ഈ മരം നടൽ? മരം നടുന്നതിന്റെ പ്രാധാന്യം ഇസ്ലാമിക ശരീഅത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വെല്ലുന്ന വേറൊരു ദർശനവും കാണാൻ കഴിയില്ല. അത്രമാത്രം നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഉള്ളത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ഒരു മതസംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ മതസംഘടന പലപ്പോഴും പിളർന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയതും മരം നടൽ ഇസ്ലാമാണോ അല്ലെന്നുള്ള ചർച്ചയിലാണ്. മരം നടൽ ഇസ്ലാമാണോ? എന്നാ ഇസ്ലാം പറയാം മരം നടലും ഇബാദത്താണ്, അതിലും കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്, അതും ഇസ്ലാമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു മനുഷ്യൻ ഒരു മരം നട്ടു, അതങ്ങനെ വലുതായി, അല്ലെങ്കിൽ കൃഷി ചെയ്തു, അതങ്ങനെ വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് പക്ഷികളും മനുഷ്യരും മറ്റുമൊക്കെ മൃഗങ്ങളൊക്കെ വന്ന് അതിങ്ങനെ തിന്നാൽ അതിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ഇസ്ലാം പറയാണ് ഇല്ലാ കാന ലഹു ബിഹി സദഖ, അത് സ്വതക്കയാണ്, അത് സ്വതക്കയാണെന്ന്. അതിൽ ബേജാറാണ്ട ആവശ്യമില്ല, അത് അവരുടെ ഓഹരിയാണ്. നമ്മുടെ നാട്ടിൽ എന്താ, കർഷകരായ ആളുകളൊക്കെ നല്ല ഭദ്രമായ വേലിയൊക്കെ കെട്ടി എന്റെ കൃഷിയിൽ നിന്ന് ഒരു സാധനം ഒരാളും തിന്നരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇസ്ലാം പറയുന്നത് എന്താ, ആ നാൽക്കാലികൾ, പക്ഷികൾ, അതുപോലെയുള്ള മനുഷ്യരൊക്കെ ആരെങ്കിലൊക്കെ പറിക്കുക എന്തിലൊക്കെ ചെയ്താൽ അതിലൊന്നും നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല, അത് അത് സ്വതക്കയാണ്. മൃഗങ്ങളെയും പക്ഷികളെയും ശപിക്കേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൻ ഗറസ ഗർസൻ ഫീ ഗൈരി മുൽമിൻ വലഇതിദാഇൻ കാന ലഹു അജ്റുൻ ജാരിൻ മൻ തഫഅ ബിഹി മിൻ ഖൽഖില്ലാഹി തബാറക വതആല. അങ്ങനെ ആരെങ്കിലും ഒക്കെ നട്ടുപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ അതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഭക്ഷിക്കുകയോ മറ്റോ ഒക്കെ ചെയ്താൽ അത് അവന് സ്വതഖ ജാരിയയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മലക്കുകൾ മരം നടുന്നവനെയും കർഷകരും അവർക്കൊക്കെ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, ഒരാളൊരു ചെറിയൊരു വൃക്ഷത്തെ നട്ടു, അതിനെങ്ങനെ വളർത്തിങ്ങനെ കൊണ്ടുവരുമ്പോ അള്ളാഹുവിന്റെ മാലാഖമാർ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ചില്ലറ കാര്യമാണോ ഈ വിഷയം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവ അൻശഅകും മിനൽ അർദ് വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ വാസയോഗ്യമാക്കിയത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്
ഭൂമിയെ വാസയോഗ്യമാക്കുക. ഒന്ന്, ഭൂമിയിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അത് ഭൂമിയുടെ ഒരു വാസയോഗ്യമാക്കുന്നതിന്റെ ഒരു രൂപമാണ്. മറ്റൊരു രൂപം എന്ന് പറയുന്നത് അൽ മുഹാഫലത്തു അല സർവാത്തി ത്വബീഇയ്യ വന്നബാതിയ്യ വൽഹയവാനിയ്യ വതൻമിയതുഹാ സവാഅൻ ബിത്തകാസുർ അബിൽ ഗർസ് വസ്സറഅ്. മറ്റൊന്ന് ഭൂമിയെ കർഷകവൽക്കരിക്കലാണ്. ഭൂമിയെ കർഷകവൽക്കരിക്കുക, ഭൂമിയിൽ കൃഷിപ്രവർത്തനങ്ങൾ നടത്തുക, അതും ഭൂമിയെ വാസയോഗ്യമാക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇവിടെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, എപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ഖാമത്തിസ് സഅ വഫി യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതാഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസഹ ഫൽയഗ്രിസഹ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കയ്യിലൊരു വൃക്ഷത്തിന്റെ തൈ ഉണ്ട്, അന്ത്യനാൾ ഇപ്പൊ സംഭവിക്കാൻ പോവാണ് എന്ന് വിചാരിച്ചോ, എന്നാലും അന്ത്യനാൾ സംഭവിക്കാതിരിക്കുക ചെയ്യട്ടെ, നീ ആ വൃക്ഷത്തെ നടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ എന്ന നിലയ്ക്ക് പറയുന്നത്, ഒന്നാമത്തെ ഗുണപാഠം അസ്സവാബുൽ അദീമു ലിഅന്നഹാ സദഖ ജാരിയ. നിങ്ങൾ വൃക്ഷം നട്ടുപിടിപ്പിക്കൂ, വളർത്തി വലുതാക്കൂ, അത് നിങ്ങൾക്ക് സദഖ ജാരിയയാണ്, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ നാട്ടിലെ പുരാപ്പറ്റയില് തറവാട്ട് പള്ളിയുണ്ട്. ആ പള്ളിയിൽ കേറുന്ന മഹല്ല് പള്ളിയിൽ കേറുന്നിടത്ത് തന്നെ വലിയൊരു വൃക്ഷം, മാങ്ങ. എത്ര കൊല്ലായി എന്നറിയാം. എൻ്റെ ഒരു ഓർമ്മശീലം, ഇപ്പൊ എനിക്ക് തന്നെ 50 വയസ്സായി. അപ്പൊ ആ വൃക്ഷം നട്ടിട്ട് ഏകദേശം ഒരു 100 കൊല്ലത്തിന്റെ മേലൊക്കെ ആയിട്ടാണ് സജ്ജത. ഇപ്പോഴും ആ വൃക്ഷം നട്ടത് എൻ്റെ വല്യപ്പയാണ്. അപ്പക്കാടൻ മുഹമ്മദ് മൗലവി എന്ന് പറയും. അദ്ദേഹം മുജാഹിദിന്റെ പ്രവർത്തകനായിരുന്നു, നല്ല ദീനിയായ ആലിമായ ഒരു വ്യക്തിയെ. അദ്ദേഹം ആ തറവാട് പള്ളിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നട്ടുപിടിപ്പിച്ച മരമാണത്. ആ വൃക്ഷം പടർന്ന് പന്തലിച്ച് ഒരാൾക്കും ആ വൃക്ഷത്തിന്റെ അടിയിൽ കോടാലി വെക്കാൻ തോന്നില്ല, അങ്ങനെ പടർന്നു നിൽക്കുന്ന വൃക്ഷമാണ്. ആ മഹലിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകളുടെ ബൈക്കും കാറും ഒക്കെ അതിന്റെ ചുവട്ടില്ല. ആർക്കെങ്കിലും നല്ല ചൂടുകാലത്ത് ഒന്ന് വർത്തമാനം പറയുവാൻ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരിക്കും. ആ വൃക്ഷം എല്ലാവർക്കും തമര നൽകിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഒക്കെ പ്രതിഫലം ആർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു? എൻ്റെ വല്യപ്പാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിലെ ഒരു കർമ്മമാണ്, സദഖ ജാരിയയായിട്ട് മാറുകയാണ്. ഇതാണ് സവാബുൽ അദീമു ലിഅന്നഹാ സദഖ ജാരിയ. രണ്ടാമത്തേത് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന ഫീ ഗർസിൽ അശ്ജാർ ഗർസൻ ലിത്തഫാഉലി ഫിൻ നുഫൂസ്. ഒരാളൊരു വൃക്ഷം നട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ശുഭാപ്തി വിശ്വാസം കൊടുക്കും, ശുഭപ്രതീക്ഷ കൊടുക്കും. യഥാർത്ഥത്തിൽ വൃക്ഷം നട്ട ഒരാള് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നോക്കും, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, സൂര്യപ്രകാശത്തിന്റെ ഭാഗത്ത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കും, അതിങ്ങനെ വളരുന്നത് കണ്ട് മനസ്സിന് ആനന്ദിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം എന്തായാലും കായ്ക്കും. മക്കളോട് ചിലപ്പോൾ പറയും, ഇവിടെ വാ, ഞാൻ നട്ടു വളർത്തിയ അതാണ് ഈ വൃക്ഷം, ഞാനെങ്ങാനും മരിച്ചാൽ നീ അത് നോക്കണം കേട്ടോ. ഒരു പ്രതീക്ഷയാണ്. വൃക്ഷം നടുന്നവൻ അവനൊരു ശുഭാപ്തി വിശ്വാസമുള്ളവനായിരിക്കും, ശുഭപ്രതീക്ഷ അവരിൽ എപ്പോഴും ഉണ്ടാവും എന്ന് ഈ ഹദീസിനെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. മറ്റൊരു വീക്ഷണം, തഹ്ഖീഖുൽ ഇക്തിഫാഇ ദാതി ലിൽ ഉമ്മ ഹൈസു തഅകുലു മിമ്മാ തൻതിസ്. സ്വയം പര്യാപ്തത നേടാൻ വിശ്വാസിയെ മരന്നവൽ പ്രേരിപ്പിക്കുന്ന സ്വയം പര്യാപ്തത നേടാൻ. നമ്മളിപ്പോ എന്താ അവസ്ഥ? ഇന്നിപ്പോ കേരളത്തിൽ കാര്യമായിട്ടൊന്നും കൃഷിയില്ല, ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഒന്നും കാര്യമായിട്ട് കനിഞ്ഞില്ലെങ്കിൽ ഈ കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് പച്ചക്കറിയും മറ്റു അരിയും സാധനമൊന്നും കിട്ടൂല. എല്ലാം ഇറക്കുമതിയാണ്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്. ഒരു പണ്ഡിതൻ പറഞ്ഞു, വൈലുല്ലി ഉമ്മത്തിൻ തഅകുലു മിമ്മാ യൻതിജു ഗൈറഹ. ഏതോ ആളുകള് വളർത്തി വലുതാക്കിയതിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങൾ തിന്നു നടക്കുന്ന സമൂഹത്തിന് നാശം. അങ്ങനെ തിന്നു നടക്കുന്ന സമൂഹത്തിന് നാശമാണ്. ഒന്നിനും പറ്റില്ല അവരെ കൊണ്ട്.
മറ്റുള്ളവർ നട്ടുവളർത്തിയതിന്റെ ഫലങ്ങൾ തിന്നു നടക്കുന്നതാണ് ഒരു കൂട്ടര്. അങ്ങനെയുള്ള ആളുകൾക്ക് നാശമാണ് എന്നാണ് ഒരു ഇസ്ലാമികമായ ഒരു പണ്ഡിതൻ പറഞ്ഞത്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചോദ്യവും അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഒരു മറുപടിയുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ പിതാവിനോട് ചോദിച്ചു, മാ യംനഉക അൻ തഗ്രിസ അർളക്, അല്ലപ്പ നിങ്ങൾ ഭൂമിയിൽ കൃഷിപ്രവർത്തനം ഒന്നും നടത്തുന്നില്ലല്ലോ, സ്ഥലം കുറെ ഉണ്ടല്ലോ, എന്താ കൃഷിപ്രവർത്തനം നടത്താത്തത്? നമ്മുടെ നാട്ടിലില്ല ഇങ്ങനെ കുറെ ആളുകൾക്ക് എത്രങ്ങാനും സ്ഥലമുള്ളത്, ഏക്കറ കണക്കിന് കിടക്കുന്നുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉപകാരവും ഇല്ലാതെ തരിശായിട്ടിട്ടിരിക്കുക, ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ആ സ്ഥലം കാരണം പരിസരവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറെ പടപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവനവന്റെ സ്ഥലം വൃത്തിയായി സൂക്ഷിക്കാതെ ആ സ്ഥലത്തില് മറ്റുള്ള ഇഴജന്തുക്കളൊക്കെ വന്ന് നിറഞ്ഞ് അതിന് ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് ശല്യം ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമകളുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കുറെ ടീമുകൾ ഉണ്ടാവും, സ്വാഭാവികം ഇതൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വാപ്പയോട് ചോദിക്കാണ്, മാ യംനഉക അൻ തഗ്രിസ അർളക്, എന്താ ഈ ഭൂമി ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യാണ്ട് എന്താ താങ്കൾക്ക് തടസ്സം? ഫഖാല ലഹു അബി അനാ ശൈഖുൻ കബീറുൻ അമൂതു ഗദൻ. എന്താ മോനെ നീ പറയുന്നത്? ഞാൻ വയസ്സനായില്ല, നാളെ മരിക്കും, എന്റെ അവസ്ഥ ഇപ്പൊ അതാണ്. എന്താ ഞാൻ ഇപ്പൊ കൃഷി ചെയ്യണത്? എന്താ ഞാൻ ഭൂമിയെ ഇനിയിപ്പൊ കൃഷിയോഗ്യമാക്കുന്നത്? ഫഖാല ലഹു ഉമർ അഅ്സിമു അലൈക ലിതഗ്രിസന്നഹ. വാപ്പ അതൊന്നും പറഞ്ഞാൽ പറ്റൂല, എടുക്കി, അതാ ഒരു തെയ്യതാ, ആ തെയ്യെടുത്ത് താങ്കൾ ഒന്ന് കുഴിച്ചിടണം, വളർത്തണം എന്ന് പറഞ്ഞു. ഫലഖദ് റഅയ്തു, ഒരു സഹാബി റിപ്പോർട്ട് ചെയ്യാണ്, ഇമാറത്ത് ബിൻ ഖുസൈമത്ത് ബിൻ സാബിത്ത് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ഫലഖദ് റഅയ്തു ഉമർ ബിൻ ഖത്താബ് യഗ്രിസുഹാ ബിയദിഹി മഅ അബി. അങ്ങനെ വാപ്പയും മകനും കൂടിയിട്ട് ആ വൃക്ഷം നട്ടു വളർത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയാം. ഇത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുണ്ടായാൽ, ഏതെങ്കിലും വിഭാഗവുമായിട്ട് യുദ്ധമൊക്കെ ഉണ്ടായാൽ പ്രധാനപ്പെട്ട ഒരു ഓർഡർ, കുട്ടികളെ കൊല്ലാൻ പാടില്ല, സ്ത്രീകളെ വധിക്കാൻ പാടില്ല, ആരാധനാലയങ്ങൾ തകർക്കാൻ പാടില്ല, ഒപ്പം കൂട്ടത്തിൽ പറഞ്ഞു വന്ന് മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാം ഈ വിഷയത്തിൽ നൽകുന്ന അമിത പ്രാധാന്യം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. ഇവിടെ റസൂലുള്ളാഹി ഒരു സഹാബിയോട് ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട്, ഒരു അൻസാരി, റസൂലെ ഞാനിങ്ങനെ എൻ്റെ വീട്ടിന്റെ അടുത്ത് ഒരു മരമുണ്ട്, ഞാനത് മുറിക്കാണ്, അതുകൊണ്ട് ഒരു പ്രയാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രയാസമുള്ള മരങ്ങൾ മുറിക്കും വേണം. എൻ്റെ വീട്ടിന്റെ തൊട്ട് ബേക്കിൽ ആൽമരാണ്. ഈ ആൽമരം 400 വർഷം പഴക്കമുള്ള ആലാണ്. അപ്പൊ എൻ്റെ നേരെ ബേക്കില് അമ്പലമാണ്, ക്ഷേത്രമാണ്. അപ്പൊ ഈ ആൽമരത്തിന്റെ കൊമ്പ് ഞാൻ തറയിടാൻ പോകുന്ന സ്ഥലത്തേക്ക് വലിയ തേക്കിന്റെ വണ്ണത്തിൽ തൂങ്ങി നിൽക്കുക, കൊമ്പ് തൂങ്ങി നിൽക്കുക. അവ അമ്പലവാസികൾ പോയി പറഞ്ഞു, കൊമ്പ് മുറിച്ചു തരണം എന്ന് പറഞ്ഞു. അതിനെന്താ ആയിക്കോട്ടെ, കൊമ്പ് മുറിച്ചു തരാലോ, എന്നും കുഴപ്പമില്ല. ആ ഒരു ബന്ധം ഉണ്ടാവാൻ കാരണം എൻ്റെ വല്യപ്പ, ഞാൻ നേരത്തെ പറഞ്ഞു പോയ എൻ്റെ വല്യപ്പ, എൻ്റെ വീട്ടിന്റെ ബേക്കിലുള്ള ഈ അമ്പലത്തിൽ അന്ന് കരണ്ടില്ല. അപ്പൊ കരണ്ടില്ലാത്ത സമയത്ത് അമ്പലത്തിലെ രാമായണ മാസമുണ്ട്. ആ രാമായണ മാസത്തിലെ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ നിന്നാണ് വയറ് അമ്പലത്തിലേക്ക് വലിക്കുക. അപ്പൊ ഞങ്ങള് കുട്ടികളെ ചെറുതാണല്ലോ, അവിടെ ഇങ്ങനെ നല്ല മൈക്കിൽ ഇങ്ങനെ പാട്ട് വെക്കുമ്പോൾ കുട്ടികളായ ഞാനും എൻ്റെ അഞ്ചിനൊക്കെ അതടക്കം ഇങ്ങനെ ഓഫാക്കും. അപ്പൊ നിൽക്കുന്നത് രസമാണല്ലോ, ഇങ്ങനെ പിന്നെ ഓഫാക്കും, വീണ്ടും ഓഫാക്കും. പക്ഷെ എൻ്റെ വല്യപ്പ അന്ന് കാണിച്ച ഒരു മനസ്സുണ്ട്. ആ മനസ്സിന്റെ ഒരു നല്ല മനസ്സ്, അതിന്റെ ഒരു റിസൾട്ട് എന്നോണം പിന്നീട് ആ കൊമ്പ് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ആ മുറിച്ചു തരാലോ, മുറിച്ചു തന്നു. ചില മരങ്ങൾ ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ടി വരും. പക്ഷെ അമ്പലത്തിന്റെ കൊമ്പ് മുറിക്കാൻ ആൾക്കാർ വിളിച്ചാൽ വരൂല, വലിയ പ്രശ്നം. അപ്പൊ എൻ്റെ നാട്ടില് എൻ്റെ വീട്ടിന്റെ ബേക്കിലുള്ള ആൽമരത്തിന്റെ കൊമ്പ് കഴിഞ്ഞ മഴക്കാലത്ത് ഒരു കൊമ്പ് വീണ്ടും പടർന്നു നിൽക്കുന്നതാണ്. ഒരു കൊമ്പ് വീണു. എൻ്റെ വീടിന്റെ മേൽക്കൂര ചുമരിനോട് ചേർന്നാണ് ആ കൊമ്പ് വീണത്. മതിലൊക്കെ പൊട്ടി, പക്ഷെ ടെറസിന് മുകൾ ഭാഗത്തിന് യാതൊരു കുഴപ്പവും പറ്റിയില്ല. അപ്പൊ വീണ്ടും പോയിട്ട് പറഞ്ഞു, ഇനിയും കൊമ്പുകളുണ്ട്, നിങ്ങൾ ഒന്ന് വെട്ടിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ കരിമ്പ സ്വദേശിയായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഈ മേഖലയിൽ മരം വെട്ട് കേസിൽ വളരെ പ്രധാനപ്പെട്ട സാഹസികമായിട്ട് ചെയ്യുന്ന ആളാണ്. കരിമ്പ നാസർ എന്ന പേര് മറന്നുപോയി. ആ വ്യക്തി വന്നു, മരം മുറിച്ചു,
അവസാനത്തെ കൊമ്പ് മുറിക്കുന്ന സമയത്ത് അദ്ദേഹം കൊമ്പിൽ നിന്ന് അറ്റാക്ക് അദ്ദേഹത്തിന് വന്ന് താഴേക്കിറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോയി മരിച്ചു. അപ്പൊ നാട്ടിലെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെന്നെ പറഞ്ഞെന്താ അറിയാം, ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചിട്ടാ മരിച്ചത്. ഒരു അന്ധവിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കി. ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചിട്ടാണ് മരിച്ചത്. ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞത് മുസ്ലിങ്ങളാ പറഞ്ഞത് ആൽമരത്തിന്റെ കൊമ്പ് മുറിക്കാൻ പാടില്ല, അത് കൊമ്പ് മുറിച്ച് ആരൊക്കെ മുറിച്ചോ അവരൊക്കെ മരിക്കും. ഈ അന്ധവിശ്വാസം ഹൈന്ദവ സമൂഹത്തിലുണ്ട്, മുസ്ലിം സമൂഹത്തിൽ തന്നെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാള് ഞാൻ ഈ മരം മുറിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊമ്പ് മുറിച്ചോ, പക്ഷെ എന്ത് ചെയ്യണം, വേറൊരു മരം നടണം എന്ന് പറഞ്ഞു. ആ മരം മുറിച്ചോ, പക്ഷെ വേറൊരു മരം നീ നട്ടിട്ടേ അത് മുറിക്കാവൂ എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂല് ഈ ഹരിത വൽക്കരണത്തിന് നൽകിയ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ 2004 സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ ഡോക്ടർ വങ്കാരി മാതായി, കെനിയക്കാരിയാണ്. അദ്ദേഹം ആദ്യമായി പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയ്ക്ക് ആ സ്ത്രീ ആദ്യമായി പ്രതികരിച്ചത്, when we plant a tree we are sowing a seed of peace. നാം ഒരു ചെടി നടുമ്പോൾ നാം ഒരു സമാധാനത്തിന്റെ വിത്താണ് പാകുന്നത്. ഇതാണ് മരവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് മരിച്ചു പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലൊക്കെ മരസ്ഥാപനങ്ങളുണ്ട്, മരം നടണം. മരിച്ചു പോകുന്നതിന് ഇത് ഞാൻ നട്ട മരമാണ്, ഇതെന്റെ വാപ്പ നട്ട മരമാണ്, ഇതെന്റെ വല്യാപ്പ നട്ട മരമാണ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്കൊക്കെ പല ഭാഗത്തും പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ മരം നടുവാൻ കഴിയണം. ഇത് ഇസ്ലാമിൽ സദഖ ജാരിയയാണ്. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹരിത മനസ്സുള്ള ആളുകളായി നമ്മെ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനിയായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു ആവശ്യം വന്നിട്ടുണ്ട്. ഒരു സഹോദരിയുടെ മരുമോൻ ഒരു മാസമായി പനി കാരണം ശക്തമായ പ്രയാസത്തിലാണ്. ശിഫ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മകന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിനും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പല നിലയ്ക്ക് മാനസിക പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ വ്യത്യസ്തമാണ്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസം നീക്കി മനസ്സിന് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. اللهم يا حي يا قيوم انصر المسلمين في غزة يا الله، واشف مرضاهم وجرحاهم يا الله، وأطعمهم طعاما لذيذا يا الله. اللهم يا حي يا قيوم حرر المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين يا الله. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.